ഹായ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഈ ഒരു പച്ചടിയാണ്. ഇത് വഴുതനങ്ങ പച്ചടിയാണ്. വളരെ സിമ്പിൾ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പച്ചടിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 വഴുതനങ്ങ കനം കുറച്ച് അരിഞ്ഞ് വെള്ളത്തിലിട്ടിട്ടുണ്ട്. അതിൻ്റെ കറ പോയതിന് വേണ്ടിയിട്ടാണ് വെള്ളത്തിലിട്ടേക്കുന്നത്. പിന്നെ നമ്മൾ ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കടുക് ഒന്ന് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം ഇനി ഞാനതിലേക്ക് കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഇനി അതിലേക്ക് ഒരു പച്ചമുളക് അരിഞ്ഞതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിതിലേക്ക് പൊടിയായിട്ട് ചേർത്ത് കൊടുത്തത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു അല്പം ജീരകം പൊടിച്ചത്, 1/4 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, പിന്നെ ഒരല്പം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം ഞാൻ വഴുതനങ്ങ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കണം. ഇതിലേക്ക് ഒരല്പം വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ വഴുതനങ്ങ ഒന്ന് വേവിച്ചെടുക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പം വഴുതനങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തീ ഓഫ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് തൈര് ഒഴിച്ച് കൊടുക്കുകയാണ്. തൈര് നന്നായിട്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാനിത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു മധുരവും പുളിയും കൂടെ ചേർന്നൊരു പച്ചടിയാണ്. അതിപ്പം ആ ഒരു ടേസ്റ്റ് നല്ല കഴിക്കാനൊക്കെ നല്ല ഇതായിരിക്കും. അതുകൊണ്ട് ഞാനൊരു സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അല്പം ഉപ്പ് കുറവുണ്ടായിരുന്നു, അതും കൂടി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സിമ്പിളായിട്ടുള്ള പച്ചടി റെഡി ആയിട്ടുണ്ട്. വഴുതനങ്ങയൊക്കെ കഴിക്കാത്തവരുണ്ടെങ്കിൽ, ഇഷ്ടമല്ലാത്തവരുണ്ടായിരിക്കും, പക്ഷേ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കിയാൽ ചിലപ്പോൾ ഇഷ്ടപ്പെടാം. അപ്പോൾ നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാരോടും ഒരുപാട് നന്ദി, സ്നേഹം അറിയിക്കുകയാണ്. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്.